മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇന്നലെ നമ്മൾ വായിച്ചതായ ആ വാക്യത്തെ സ്പർശിച്ചുകൊണ്ട് 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 12-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ വാക്യങ്ങളിൽ നമുക്കുള്ളതായ വലിയൊരു ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ ഈ വിവരങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയപ്രദമായിട്ടുള്ള ഒരു ആത്മീക ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത്, സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. കടക്കാരാകുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു. കടക്കാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജഡം നമ്മുടെ ആത്മീകമായ അല്ലെങ്കിൽ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള ബന്ധത്തിനു വേണ്ടിയുള്ള ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല. ജഡശരീരം എപ്പോഴും ഈ ലോകത്തിനുള്ളത് ചിന്തിക്കുകയും ഈ ലോകത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ഈ ലോകം ഭരിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിന് പ്രഭു എന്ന് പറയുന്നത് പിശാചാണ്. അതുകൊണ്ട് ഈ ജഡം എപ്പോഴും പിശാചിന്റെ പ്രവർത്തികൾ ചെയ്യാനാണ് ഉത്സാഹിക്കുന്നത്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വന്നതായ വ്യക്തി, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആ ആത്മാവ് ആ വ്യക്തിയെ ആത്മീകമായി ജീവിക്കുവാൻ സഹായിക്കും. ഈ ലോകത്തെ വെറുക്കുവാനും സാത്താനികമായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളുടെ മേലും ജയം പ്രാപിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നമുക്ക് ഈ ജഡത്തോട് യാതൊരു പ്രതിപത്തിയുമില്ല. നമുക്ക് ഈ ജഡത്തോട് യാതൊന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നില്ല. കാരണം നമുക്ക് ഈ നിത്യജീവന് നൽകുവാനും നിത്യതയെക്കുറിച്ചുള്ള ആ ഉറപ്പും പ്രത്യാശയും പ്രാപിപ്പാനും കാരണമായി തീർന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നമ്മളുടെ കടപ്പാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനോടാണ്. അതുകൊണ്ട് അടുത്ത വാക്യം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മുടെ മുമ്പിൽ മരണം, ജീവൻ എന്നീ രണ്ട് ചോയ്സുകളുണ്ട്. തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതായ രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ നമുക്ക് മരിക്കാം. മരണം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, നിത്യമായിട്ടുള്ള നമ്മുടെ ആത്മീക മരണമാണ്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ അകൽച്ച, ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ഇതാണ് ഇവിടെ മരണമെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മരണം വേണമോ ജീവൻ വേണമോ? ഒരു സാധാരണ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മരിക്കണോ അതോ ജീവിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ജീവിക്കണം എന്നുള്ളത്. എന്നതുപോലെ തന്നെ നമ്മളോടെല്ലാവരോടും ദൈവം ചോദിക്കുന്നു, നിനക്ക് മരിക്കണമോ ജീവിക്കണമോ? നിനക്ക് മരിക്കണമെങ്കിൽ, അതായത് ദൈവത്തിൽ നിന്നുള്ള ബന്ധം അകന്നതുമായ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നാം തീർച്ചയായിട്ടും ഈ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മതി. പക്ഷേ നമുക്ക് ജീവിക്കണമെങ്കിൽ, അഥവാ ദൈവത്തോടുള്ള സജീവമായ ബന്ധവും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ, ഒന്നുകിൽ നമ്മുടെ മരണത്താലോ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വരവിനാലോ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, അവനോടൊപ്പം ദൈവത്തോടൊപ്പം നമുക്ക് ആയിരിക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മുടെ ജഡത്തെ ആത്മാവിനാൽ അതിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കണം. നോക്കണം, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്, ആത്മാവിനാൽ മരിപ്പിക്കണം എന്നുള്ളത്. ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് കഴിഞ്ഞ ദിവസം പ്രഭാത ധ്യാനത്തിങ്കിൽ ഞാൻ നിങ്ങളോട് പരാമർശിച്ചതായ ഒരു പ്രയോഗമുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളതായ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം. അത് ഫിലിപ്പിയ ലേഖനത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ
ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ ഒരു വാക്യം പലർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും കാരണമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ, പൗലോസ് മാത്രമല്ല മറ്റ് പുതിയ നിയമ എഴുത്തുകാരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവും തന്നെ വളരെ വ്യക്തമായി പറയുന്നതായ കാര്യം, നമ്മളുടെ പ്രവൃത്തികളല്ല ദൈവത്തിന് മുമ്പാകെ നമ്മളെ നീതീകരിക്കുന്നത്, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ആ ത്യാഗമാണ് നമ്മളുടെ രക്ഷയ്ക്കായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരു പ്രവൃത്തി വേറെയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മനുഷ്യന്റെ നന്മ പ്രവൃത്തികളോ മനുഷ്യന്റെ ഏതെങ്കിലും പ്രവൃത്തികളോ അവര് രക്ഷയ്ക്ക് കാരണമാക്കുകയില്ല. അതുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ നന്മ പ്രവൃത്തികൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ രക്ഷ പ്രാപിക്കത്തില്ല. രക്ഷ പ്രാപിപ്പാൻ ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി താൻ ചെയ്തതായ ആ ത്യാഗത്തെ, ആ മഹായാഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ സ്ഥാനത്തായിരുന്നു എന്ന് മനസ്സിലാക്കി കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുമ്പോഴാണ് ആ പ്രവൃത്തി മൂലമുള്ള അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അതായത് രക്ഷയുടെ പ്രവൃത്തി കർത്താവ് യേശുക്രിസ്തു പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനർത്ഥം നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തി എന്ന് പറയുന്നത്. നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ പ്രവൃത്തി അംഗീകരിച്ചു കഴിയുമ്പോൾ നാം ആ രക്ഷയിലേക്ക് വന്നു. പക്ഷേ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഇന്ന് ഇവിടെ ഈ വായിച്ചതായ വാക്യം, ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 നമ്മൾ വായിച്ചത്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വളരെ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ പ്രവർത്തിക്കണം. ഭയത്തോടും വിറയലോടും കൂടെ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് അനുസൃതമായി, ദൈവത്തോടുള്ള ബഹുമാനത്തിൽ, ദൈവവചനത്തിന്റെ അനുസൃതമായി നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിനെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ യാതൊരു പ്രവൃത്തിയും നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്? രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ നാം എന്ത് ചെയ്യണം? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. രക്ഷയ്ക്കനുസരിച്ച് എന്നുള്ളതിൻ്റെ അർത്ഥം, നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവ് നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് വായിക്കാൻ പോകുന്ന ഒരു വേദഭാഗമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ഈ രക്ഷയ്ക്ക് അനുസൃതമായി പ്രവർത്തിപ്പാൻ കഴിയും. നമ്മളുടെ പ്രവൃത്തികളല്ല രക്ഷയ്ക്ക് കാരണമായി തീരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രക്ഷയ്ക്ക് അനുസരിച്ച്, അതെങ്ങനെയാണ് നമുക്ക് രക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തന്നെ പ്രശംസിപ്പാൻ കഴിയത്തില്ല. കാരണം ആ പ്രവൃത്തി മുഴുവനും ചെയ്ത് കർത്താവ് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ രക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ വിശദീകരണവും നമുക്ക് 8-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ വായിച്ച വാക്യം തന്നെ ഞാൻ വീണ്ടും നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിൽ തന്നെ അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ടല്ലോ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയത്തില്ല. അഥവാ നമ്മൾ മരിപ്പിക്കാൻ നോക്കിയാലും
അതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ മദ്യപാനത്തിൽ അകപ്പെട്ടാൽ ആ വ്യക്തി സ്വയം നിർത്തുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സ്വയം നിർത്താൻ കഴിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ്, താനൊരു ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം എൻ്റെ അടുക്കൽ കടന്നു വന്നു. അദ്ദേഹം വളരെ മദ്യപാനത്തിൻ്റെ ആസക്തിയിലാണ്. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിമോചനം നേടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പരമാവധി പരിശ്രമിച്ചു നോക്കി, അനേക ആളുകൾ എന്നോട് പറയുന്ന പല എക്സസൈസുകൾ ഞാൻ ചെയ്തു, എന്നിട്ടും എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനമില്ല. ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ മദ്യപാനത്തിൽ നിങ്ങൾക്ക് മോചനം നേടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടിയേ നിങ്ങൾക്ക് മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം സുവിശേഷം കേൾക്കണം, ആദ്യം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അദ്ദേഹം ദൈവവചനം കേട്ടു. അദ്ദേഹം ഞങ്ങളോടുകൂടെ 2-3 ദിവസം താമസിച്ചു. ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചു. തുടർന്ന് ആത്മീയമായ വചനങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ദൈവത്തെ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യത ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം അദ്ദേഹം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഈ വ്യക്തിയെ നീ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനാസക്തി അദ്ദേഹത്തിൽ നിന്നും മാറിപ്പോയി. അദ്ദേഹം പിന്നീട് എന്നോട് സാക്ഷ്യമായി പറഞ്ഞു, ഞാൻ പലതവണ മദ്യപാനം ഉപേക്ഷിക്കുവാൻ മനഃപൂർവ്വമായി എന്നിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു, എൻ്റെ കാലുകൾ വിറയ്ക്കുമായിരുന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ഞാൻ ബലഹീനമാക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇത് ദൈവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇതിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത്. ഞാൻ ഈ കാര്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, പക്ഷേ അത് എഫക്റ്റീവ് ആകണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജഡത്തിൽ ധാരാളം പ്രവൃത്തികളുണ്ട്. അത് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു തെളിവ് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സമ്പർക്കമില്ലായ്മയാണ്. ദൈവത്തോട് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ ആത്മീയമായി ചിന്തിക്കാനോ ആത്മീയമായി വളരുവാനോ നിങ്ങൾക്ക് യാതൊരു താല്പര്യമോ ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതേ, നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നവനായ ദൈവം നമ്മുടെ ജഡശരീരത്തിലുള്ള ഈ പ്രവർത്തികളെ, ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കഴിയും. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തിന് മുമ്പാകെയുള്ള സമർപ്പണമാണ്. ആ സമർപ്പണത്തിലേക്ക് വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പലരും നേരിടുന്ന പ്രശ്നം ഇതാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവരെ ധാരാളം കുരുക്കിലേക്കും ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുവാൻ ഈ വചനം നിങ്ങളെ വളരെയധികം സഹായിക്കും. അതിനായിട്ടുള്ള സമർപ്പണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ രക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നതായ പ്രവർത്തികൾ കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന്, ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.